6. ഉണ്ണികൃഷ്ണന്റെ കളികൾ. സാധാരണ എല്ലാ കുട്ടികളെയും പോലെ ബലരാമനും ഉണ്ണികൃഷ്ണനും കളിച്ചു വളർന്നു. 1 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ സമയത്ത് യശോദ കണ്ണന് ചോറ് കുഴച്ചു കൊടുക്കാൻ തുടങ്ങി. പാട്ടുപാടിയും കഥകൾ പറഞ്ഞും ഓരോ ചെറിയ ഉരുള വായിൽ വെച്ച് കൊടുക്കുന്നതിന് അമ്മ പാടുപെട്ടു. വാ തുറക്കാതെ അടച്ചുപിടിക്കും. പല സൂത്രങ്ങളും പറഞ്ഞിട്ട് വേണം ഒരിത്തിരി ചോറ് അകത്താക്കാൻ. യശോദ ഉണ്ണികൃഷ്ണനെയും ചോറിൻ കിണ്ണവും എടുത്ത് മുറ്റത്തിറങ്ങി. അന്ന് വെളുത്ത വാവായിരുന്നു. സ്വർണ്ണക്കിണ്ണം പോലെ ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിന്നു. യശോദ ഉണ്ണിക്ക് അമ്പിളിയമ്മാവനെ കാണിച്ചുകൊടുത്ത് ചോറൂട്ടാൻ ശ്രമിച്ചു. അപ്പോൾ കൃഷ്ണന് അമ്പിളിയമ്മാവനെ കണ്ടാ പോരാ, കയ്യിൽ കിട്ടണമെന്നായി. അമ്പിളിയമ്മാവനെ ചൂണ്ടി കരച്ചിൽ തുടങ്ങി. യശോദ എന്ത് ചെയ്യും? ആകാശത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ കുഞ്ഞിന് പിടിച്ചു കൊടുക്കാൻ പറ്റോ? പക്ഷേ യശോദയ്ക്ക് കഴിയാത്തത് കൃഷ്ണന് യാതൊരു പ്രയാസവും കൂടാതെ സാധിച്ചു. വിഷ്ണു ഭഗവാന്റെ വെറുമൊരു നിസാര ഭൃത്യൻ മാത്രമായ ചന്ദ്രന് ഭഗവാന്റെ പൂർണ്ണാവതാരമായ ഉണ്ണികൃഷ്ണന്റെ ആഗ്രഹം സാധിപ്പിക്കാതിരിക്കാൻ ധൈര്യമുണ്ടാവോ? ചന്ദ്രൻ പതുക്കെ താഴത്തേക്കിറങ്ങി വന്ന് ഉണ്ണികൃഷ്ണന്റെ കയ്യിലിരുന്നു. പൊന്നിൻ കിണ്ണം കയ്യിലെടുത്ത് കളിക്കും പോലെ കൃഷ്ണൻ കുറച്ചുനേരം ചന്ദ്രനെ പിടിച്ച് കളിച്ച ശേഷം മേൽപോട്ട് തന്നെ വിട്ടയച്ചു. ചന്ദ്രൻ പഴയ സ്ഥാനത്തു തന്നെ പോയി നിന്ന് ഭൂമിയിൽ മുഴുവൻ പാൽ നിലാവ് പരത്തി. ചന്ദ്രൻ താഴത്തിറങ്ങി വന്നപ്പോൾ കുറച്ചു സമയം ഇരുട്ടുണ്ടായത് ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും കണ്ടുവെങ്കിലും മഴക്കാറ് ചന്ദ്രനെ മൂടിയതായിരിക്കുമെന്നേ അവരൊക്കെ വിചാരിച്ചുള്ളൂ. അത്ഭുതകരമായ കാഴ്ച കണ്ണുകൊണ്ട് കണ്ട യശോദയാകട്ടെ ഭഗവാന്റെ മായ കാരണം അടുത്ത നിമിഷത്തിൽ അത് മറക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണന് 3 വയസ്സായി. ഒരു ദിവസം യശോദ ഉണ്ണിയെ എണ്ണ തേച്ചു കുളിപ്പിച്ച് കാതിൽ കുടക്കടുക്കനും കഴുത്തിൽ മുത്തുമാലയും പുലിനഖമോതിരവും കൈകളിൽ വളയും അരയിൽ കിങ്ങിണിയും പട്ടുകോണകവും കാലുകളിൽ തളകളും അണിയിച്ച് കഴുത്തുവരെ നീണ്ടുകിടക്കുന്ന കറുത്ത മിനുത്ത മുടി നെറുകിൽ ചരടിട്ടു കെട്ടി അതിലൊരു പൂവും ചൂടിച്ച് കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. നോക്കൂ, എന്റെ ഉണ്ണിക്ക് എന്തൊരു ഭംഗിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ അടുത്തു തന്നെ അതേപോലെയുള്ള വേഷവിധാനങ്ങളോടെ നിൽക്കുന്ന രാമനെ നോക്കി പെട്ടെന്ന് കരഞ്ഞു തുടങ്ങി. എന്തുപറ്റി? എന്തിനാ ഉണ്ണി കരയണേ എന്ന് ചോദിച്ച് യശോദയും രോഹിണിയും കൃഷ്ണനെ കൊഞ്ചി കളിപ്പിച്ചു. കൃഷ്ണൻ കണ്ണീരിനിടയിലൂടെ പറഞ്ഞു, അമ്മേ, ജ്യേഷ്ഠൻ നല്ലവണ്ണം വെളുത്തിട്ടാണ്. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഞാനോ കറുപ്പ് നിറത്തിലല്ലേ, എനിക്ക് ചന്തമേ ഇല്ല. എന്താണമ്മേ ഞാൻ മാത്രം ഇങ്ങനെ കറുത്ത് ഭംഗിയില്ലാത്തവനായി പോയത്? യശോദയും രോഹിണിയും പൊട്ടിച്ചിരിച്ചു. രോഹിണി രാമനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. അപ്പോൾ യശോദ കൃഷ്ണനെ സമാധാനിപ്പിച്ചു. ഉണ്ണി, വെളുപ്പിനേക്കാൾ 7 ഇരട്ടി അഴക് കൂടും കറുപ്പിന്. നന്നായി പാടുന്ന കുയിൽ കറുത്തിട്ടല്ലേ? വെളുത്ത കൊറ്റിയെ എന്തിനു കൊള്ളാം? നക്ഷത്രങ്ങൾ തിളങ്ങി അലങ്കരിച്ച രാത്രിയിലെ ആകാശം പോലുണ്ട്. ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഉണ്ണിയെ കണ്ടാൽ എന്ത് ഭംഗിയാണെന്നറിയോ? ഉണ്ണിയുടെ നിറവും മഞ്ഞുപോലെ വെളുത്ത പല്ലുകളും ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന ചുണ്ടുകളും പുഞ്ചിരി തൂകുമ്പോഴും കോപിച്ചിരിക്കുമ്പോഴുമുള്ള മുഖശ്രീയും മറ്റാർക്കുണ്ട്? ഉണ്ണി കണ്ണാടിയിലേക്കൊന്ന് നോക്കൂ, അപ്പോഴറിയാം ഉണ്ണിയുടെ ഭംഗി. കൃഷ്ണൻ കരച്ചിൽ നിർത്തി കണ്ണാടി നോക്കി പുഞ്ചിരി തൂക്കി. കണ്ണാടിയിൽ തന്നെ നോക്കി പുഞ്ചിരി പൊഴിക്കുന്ന ഉണ്ണി ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനാണ് എന്ന് ഉണ്ണികൃഷ്ണന് തോന്നി. കൃഷ്ണൻ കണ്ണാടിയിൽ കണ്ട പ്രതിബിംബത്തെ 2 കൈകൾ കൊണ്ടും പിടിച്ചണച്ച് ആശ്ലേഷിച്ചു. കണ്ണാടിയിലും പുറത്തുമായി 2 കൃഷ്ണന്മാർ ശരീരമെടുത്ത് നിൽക്കുന്നത് കണ്ട് യശോദ അമ്പരന്നു. അപ്പോൾ കണ്ണാടിയിലെ കൃഷ്ണൻ മാഞ്ഞുപോയി. ആ കാഴ്ച യശോദ മറക്കുകയും ചെയ്തു. പുണ്യവതിയായ ആ അമ്മ മകനെ വാരിയെടുത്ത് നന്ദഗോപൻ പൂജ ചെയ്യാനിരിക്കുന്ന ശ്രീകോവിലിലേക്ക് കൊണ്ടുപോയി. ഉണ്ണികൃഷ്ണൻ അമ്മയുടെ ഒക്കത്തുനിന്ന് ഊർന്നിറങ്ങി അച്ഛന്റെ അടുത്ത് ചെന്ന് നിന്നു. അച്ഛൻ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് കയ്യിൽ വെച്ചിരുന്ന പൂക്കൾ തട്ടിപ്പറിച്ചെടുത്തു. ഞാനാണച്ചാ നാരായണൻ എന്നു പറഞ്ഞ് ആ പൂക്കളും പൂമാലകളും സ്വന്തം ദേഹത്തിൽ അണിഞ്ഞു. ചന്ദനം മേലാകെ പൂശി. നിവേദിക്കാൻ വെച്ചിരുന്ന കദളിപ്പഴവും മലരും പാൽപ്പായസവും എല്ലാം വാരി വാരി കഴിച്ചു. കുറുമ്പ് കാണിക്കുന്ന കൃഷ്ണനെ ശാസിക്കാൻ നന്ദഗോപന് കഴിഞ്ഞില്ല. യശോദയും ചിരിച്ചുകൊണ്ട് നോക്കി നിന്നതേയുള്ളൂ. നന്ദഗോപൻ പൂജ മതിയാക്കി എഴുന്നേറ്റ് യശോദയോട് പറഞ്ഞു, നമ്മുടെ ഉണ്ണി പറഞ്ഞത് ശരിയാണ്. ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ ഈ ഉണ്ണി തന്നെയാണ് ശ്രീനാരായണൻ. വിഷ്ണുപൂജയ്ക്ക് പകരം ഉണ്ണിയെ സന്തോഷിപ്പിച്ചാൽ മതി. ഉണ്ണി ചൂടിയ പൂക്കളും മേലാകെ പൂശിയ ചന്ദനവും തിന്നുശേഷിച്ച മലരും പഴവും പായസവുമാണ് ഭഗവാന്റെ പ്രസാദം. അച്ഛനമ്മമാർക്ക് ഒരു നിമിഷത്തേക്കെങ്കിലും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ കൃഷ്ണൻ പ്രസാദിച്ചു. ഉടൻ തന്നെ മായ കൊണ്ട് അവരുടെ അറിവ് മായ്ച്ചു കളയുകയും ചെയ്തു. ഉണ്ണികൃഷ്ണന് 4 വയസ്സ് തികയുന്ന പിറന്നാളായി. കൃഷ്ണൻ രാവിലെ അമ്മ വിളിച്ചപ്പോൾ ഉണർന്നെഴുന്നേറ്റ് മുറ്റത്തേക്ക് നടന്നു. അവിടെ ചില ഗോപബാലന്മാരും രാമനും കളിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണനും അവരോടൊപ്പം കളിക്കാൻ കൂടി. മേലാകെ പൊടിയും ചെളിയുമായി. അതൊന്നും വകവയ്ക്കാതെ കൃഷ്ണൻ കളി തുടർന്നു. ഉണ്ണി ഉണർന്നിട്ടില്ലായിരിക്കുമോ എന്നു സംശയിച്ച് യശോദ കിടപ്പറയിൽ പോയി നോക്കി. ഉണർന്നെഴുന്നേറ്റ് കുസൃതിക്കുട്ടൻ എങ്ങോട്ടോ പോയിരിക്കുന്നു.
തിരിഞ്ഞു നടന്നപ്പോൾ കണ്ടു മുറ്റത്ത് പൊടിയിലും ചെളിയിലും ആറാടി നിൽക്കുന്നു. ഉണ്ണി, വരൂ വരൂ, ഉണ്ണിയുടെ പിറന്നാളാണിന്ന്. കുളത്തിൽ പോയി കുളിക്കണം. കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് ദീർഘായുസുണ്ടാവാൻ പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി കുറിയിടണം. എന്നിട്ട് ഇവിടെ വിളക്ക് വെച്ച് ഉണ്ണണം. ജ്യേഷ്ഠൻ വലതുപുറത്തിരുന്നുണ്ണട്ടെ. വരൂ വരൂ, കുളിക്കാൻ വരൂ. അമ്മയുടെ വിളി കേട്ട് ഉത്സാഹത്തോടെ കൃഷ്ണൻ വലതു കൈകൊണ്ട് അമ്മയുടെയും ഇടതു കൈകൊണ്ട് ജ്യേഷ്ഠന്റെയും കൈകൾ പിടിച്ച് കുളത്തിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ എണ്ണ തേച്ച് കുളിക്കണമെന്ന വാശിയായി. ഇന്ന് പിറന്നാളല്ലേ, എണ്ണ തേക്കാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞത് മനസ്സുകേടോടെ ഒരുവിധം സമ്മതിച്ചു. അമ്മ കുളിപ്പിച്ച് തോർത്തിച്ചു കഴിഞ്ഞ ഉടൻ ഓടിപ്പോയി വീണ്ടും മുറ്റത്ത് മണ്ണപ്പം ചുട്ട് കളി തുടങ്ങി. ഉണ്ണീ, ഉണ്ണാൻ വരോ? ഇതാ വെള്ളി നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നു. വാഴയുടെ തളിരില വെച്ച് കഴിഞ്ഞു. ജ്യേഷ്ഠൻ വലതുപുറത്ത് വന്നിരുന്നിട്ടുണ്ട്. ഗോപബാലന്മാരെല്ലാവരും ഉണ്ണാനൊരുങ്ങി നിരന്നിരിക്കുന്നു. ഉണ്ണി ഒറ്റയ്ക്ക് കളിക്കുകയാണോ? ഉണ്ണി വന്നിരുന്നാൽ ചോറ് വിളമ്പായി. നെയ്യും തൈരും വറുത്തുപേരിയും പാൽപ്പായസവും നെയ്പായസവും മുമ്പേ തന്നെ വെച്ചിട്ടുണ്ട്. അമ്മ എത്ര വിളിച്ചിട്ടും കൃഷ്ണൻ കളി നിർത്തിയില്ല. ഗോപബാലന്മാർ വാരിക്കൊണ്ടുവന്ന് ഇട്ടിരുന്ന മണ്ണും കല്ലും ഇലകളും എടുത്ത് കൂട്ടിച്ചേർത്ത് ഒരു കൊച്ചു കളിവീടുണ്ടാക്കുന്നതിലായി ശ്രദ്ധ മുഴുവൻ. കുറച്ചുനേരം അത് നോക്കി നിന്ന ശേഷം യശോദ, ശരി, എന്റെ ഓമനക്കുട്ടന് ഉണ്ണണമെന്ന് തോന്നുമ്പോൾ വന്നാൽ മതി, ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് പോകാൻ ഭാവിച്ചപ്പോൾ കൃഷ്ണൻ മണ്ണ് പുരണ്ട കൈകൾ കൊണ്ട് അമ്മയുടെ കാൽമുട്ടുകളിൽ പിടിച്ച്, അമ്മേ, എനിക്ക് വിശന്നിട്ട് വയ്യ, ചോറ് തരൂ, എത്ര നേരമായി ഞാൻ ഉണ്ണാൻ വൈകി കാത്തിരിക്കുന്നു എന്ന് പരിഭവിച്ചു. യശോദ ചിരിച്ചുകൊണ്ട് മകനെ കൈകളിൽ കോരിയെടുത്ത് അകത്തു കൊണ്ടുപോയി കൈ കഴുകിച്ച് ഉണ്ണാനിരുത്തി. ഊണ് കഴിഞ്ഞിട്ടും കൃഷ്ണൻ ഇലയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റില്ല. ഇനി എന്താണ് എന്റെ പൊന്നുണ്ണിക്ക് വേണ്ടത്? നെയ്യും തൈരും കൂട്ടി ഊണ് കഴിച്ചു, പായസങ്ങളും കഴിച്ചു, ഇനി എന്ത് വേണം? കൃഷ്ണൻ ഇടങ്കണ്ണിട്ട് അമ്മയെ നോക്കി. അമ്മേ, എനിക്ക് ഉരുക്ക് നെയ്യ് കൂട്ടി ചോറുണ്ടാൽ പോരാ, വെണ്ണ തിന്നാൻ തരണം. യശോദയ്ക്ക് ചിരി വന്നു. അത്രേ വേണ്ടു, ഇതാ വെണ്ണ തരാലോ. യശോദ വലിയൊരുണ്ട വെണ്ണ ഉണ്ണിയുടെ കയ്യിൽ വെച്ചുകൊടുത്തു. കൃഷ്ണൻ അത് വേഗം വായിലേക്കിട്ട് വിഴുങ്ങി. പെട്ടെന്ന് വെണ്ണ തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുന്നതായി ഭാവിച്ച് കണ്ണുകൾ തുറിച്ച്, അമ്മേ, വെണ്ണ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല, കുറച്ച് ചൂടുള്ള പാൽ തരൂ എന്ന് കരച്ചിലായി. യശോദ പരിഭ്രമിച്ചു. വെണ്ണ തൊണ്ടയിൽ തടഞ്ഞു നിന്ന് ഉണ്ണിക്ക് വല്ലതും പറ്റിയാലോ? ആ അമ്മ ഒരു ലൊട്ട നിറയെ ഇളം ചൂടുള്ള പാൽ കൃഷ്ണന്റെ വായിൽ ഒഴിച്ചു കൊടുത്തു. പാൽ കുടുകുടെ കുടിച്ച് കൃഷ്ണൻ ആശ്വാസം അഭിനയിച്ചു. ഓ അമ്മേ, ഇപ്പൊ സുഖായി. ചൂടുള്ള പാൽ തട്ടിയപ്പോൾ വെണ്ണ ഉരുകി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ഇലയുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റു. അമ്മ മകനെ കൈയും വായും കഴുകിച്ച് കളിച്ചോളാൻ പറഞ്ഞ് മുറ്റത്തേക്കയച്ചു. സന്ധ്യാസമയത്ത് യശോദ ശ്രീകോവിലിന്റെ മുൻപിൽ രാമനെയും കൃഷ്ണനെയും കൊണ്ടുപോയി ഇരുത്തി. ഭസ്മം തൊടിവിച്ച് തെളിഞ്ഞു കത്തുന്ന വിളക്കുകളുടെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന വിഷ്ണു വിഗ്രഹവും ശിവലിംഗവും കാണിച്ചുകൊടുത്ത് നമശിവായ എന്ന പഞ്ചാക്ഷരവും നാരായണ എന്ന വിഷ്ണുനാമവും ജപിക്കാൻ പറയാറുണ്ടായിരുന്നു. രാമൻ ഉടൻ അതനുസരിക്കും. പക്ഷേ കൃഷ്ണൻ നാമം ജപിക്കാൻ കൂട്ടാക്കില്ല. അമ്മേ, ഞാനെന്തിനാണ് നാമം ജപിക്കുന്നത്? അന്നൊരു നാൾ രാവിലെ ഞാൻ തന്നെയാണ് നാരായണനെന്ന് അമ്മ സമ്മതിച്ചു തന്നതല്ലേ. എന്നെ സന്തോഷിപ്പിക്കുന്നതാണ് വിഷ്ണു പൂജയെന്ന് അച്ഛനും പറഞ്ഞില്ലേ. ഇനി ഞാൻ നാമം ജപിക്കണമെന്നുണ്ടോ? മകന്റെ യുക്തിയിൽ അമ്മ തോറ്റുപോവും. മഴക്കാലം തുടങ്ങി. എപ്പോഴും തോരാത്ത പെരുമഴ തന്നെ. രാമനും കൃഷ്ണനും കൂടി നടുമുറ്റത്ത് വീഴുന്ന മഴവെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഓവ് ഒരു കല്ലുകൊണ്ട് അടച്ചിട്ടു. നടുമുറ്റത്ത് വെള്ളം നിറഞ്ഞു കവിഞ്ഞ് 4 ഇറയത്തേക്ക് എത്തിത്തുടങ്ങി. രാമനും കൃഷ്ണനും ഗോപബാലന്മാരും ആഹ്ലാദത്തോടെ കൈകൊട്ടി ആർത്തു. യശോദയും നന്ദഗോപരും ആ സമയത്ത് പൂജയ്ക്ക് വേണ്ട പൂക്കളുടെ ഞെട്ടിയും ആരും കളഞ്ഞ് വെടിപ്പാക്കുകയായിരുന്നു. നടുമുറ്റത്ത് വെള്ളം നിറഞ്ഞതറിഞ്ഞാൽ അവർ വന്ന് ഓവടച്ച കല്ല് എടുത്തു നീക്കുമെന്ന് തീർച്ചയാണ്. കൃഷ്ണൻ ഒരു സൂത്രം കണ്ടു. പതുക്കെ അച്ഛന്റെയും അമ്മയുടെയും പിന്നിൽ ചെന്നു. യശോദയുടെ തലമുടി അരക്കെട്ടുവരെ നീണ്ടു കിടക്കുന്നുണ്ടേ. നന്ദഗോപന്റെ മുടി കഴുത്തിനു താഴെയും. കൃഷ്ണൻ അവരറിയാതെ 2 പേരുടെയും മുടി തമ്മിൽ കൂട്ടിക്കെട്ടി കിലുകിലേ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. കൃഷ്ണൻ എന്തോ കുസൃതി ഒപ്പിച്ചിട്ടാണ് ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. അതെന്താണെന്നറിയാൻ യശോദ പെട്ടെന്ന് എഴുന്നേറ്റു. 2 പേരുടെയും മുടി കൂട്ടിക്കെട്ടിയിട്ടുണ്ടെന്ന് അവർ അപ്പോഴാണ് അറിഞ്ഞത്. യശോദയ്ക്ക് ചിരിയും ദേഷ്യവും ഒപ്പം വന്നു. നന്ദഗോപൻ പൊട്ടിച്ചിരിച്ചു. യശോദ ഒരുവിധം മുടിയുടെ കെട്ടഴിച്ചെടുത്ത് കൃഷ്ണൻ ഓടിയ ഭാഗത്തേക്ക് വേഗം ചെന്നു. നടുമുറ്റത്ത് തളം കെട്ടി നിൽക്കുന്ന ചെമ്മണ്ണു കലർന്ന വെള്ളവും അതിൽ കളിച്ചുരസിക്കുന്ന കൃഷ്ണനെയും രാമനെയും മറ്റ് ഗോപബാലന്മാരെയും കണ്ട് അവർക്ക് ചിരി വന്നുവെങ്കിലും ദേഷ്യം അഭിനയിച്ച് ശാസിച്ചു. എന്താണ് ഈ കാണിക്കുന്നത് ഉണ്ണികളെ? ഈ പുതുമഴ പെയ്ത വെള്ളത്തിൽ കുളിച്ചാൽ ജ്വരം പിടിക്കും. വേഗം ഓവ് തുറന്ന് വെള്ളം പുറത്തേക്ക് വിടൂ. അത് കേൾക്കേണ്ട താമസം കൃഷ്ണൻ ഓവ് തുറക്കാൻ വേണ്ടി വെള്ളത്തിൽ മുങ്ങി. ഓവ് തുറന്ന് വെള്ളം മുഴുവൻ കുറേശ്ശിയായി ഒഴുകിപ്പോയി കഴിയുന്നതുവരെ കൃഷ്ണൻ വെള്ളത്തിൽ നിന്ന് കയറിയതേയില്ല. ഓവ് തുറക്കാൻ പറയേണ്ടിയിരുന്നില്ലെന്നായി യശോദയ്ക്ക്. എത്ര നേരമാണ് ഉണ്ണി മഴവെള്ളത്തിൽ കിടന്ന് കളിച്ചത്? ജ്വരം പിടിക്കാൻ ഞാൻ മതിയായിരുന്നു. എന്നാൽ യശോദ പേടിച്ചതുപോലെ ഉണ്ണികൃഷ്ണന് ജ്വരം പിടിച്ചില്ല.
പ്രളയജലത്തിൽ ആലിലമേൽ കാൽവിരൽ കുടിച്ചു കിടക്കുന്ന ശിശു സ്വരൂപമെടുത്ത സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാനുണ്ടോ നടുമുറ്റത്തെ ഇത്തിരി വെള്ളത്തിൽ മുങ്ങിയാൽ സൂക്കേട് പിടിക്കുന്നു? 7. കൃഷ്ണനെ ഉരലിന്മേൽ കെട്ടിയിട്ടപ്പോൾ. കൃഷ്ണന് പാലും വെണ്ണയും പുളിയില്ലാത്ത തൈരും എത്ര കിട്ടിയാലും മതിയാവില്ല. അമ്മയുടെ മടിയിൽ കിടന്ന് മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 കൈയിലും ഓരോ ഉരുള വെണ്ണ വേണമെന്ന് നിർബന്ധമാണ്. മുലപ്പാൽ കുടിച്ച് മതിയായില്ലെന്നും വയർ നിറഞ്ഞില്ലെന്നും പറഞ്ഞ് വാശി പിടിച്ച് വലിയൊരു ലൊട്ട നിറയെ പാലും വാങ്ങി കുടിച്ചു. തൈരിനോടും കൊതിയാണ്. രാമനോടും ഗോപബാലന്മാരോടും ഒന്നിച്ച് അടുത്തുള്ള വീടുകളിലെല്ലാം കയറി ഗോപസ്ത്രീകളോട് പാലും വെണ്ണയും തൈരും ചോദിച്ചു വാങ്ങി. കൃഷ്ണൻ കൊഞ്ചിക്കൊണ്ട് ആവശ്യപ്പെടുമ്പോൾ ഗോപികമാർക്ക് വെണ്ണയും പാലും തൈരും കൊടുക്കാതെ വയ്യെന്ന് തോന്നുകയായി. എന്നാൽ ചോദിച്ചു കിട്ടിയതുകൊണ്ട് കൃഷ്ണന് തൃപ്തിയാകുമോ? ഇല്ല. ഗോപസ്ത്രീകൾ അടുക്കളയിലോ വീടിന് പുറത്ത് എവിടെയെങ്കിലോ പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ കൃഷ്ണൻ ജ്യേഷ്ഠനെയും കൂട്ടുകാരെയും കൂട്ടി ശബ്ദമുണ്ടാക്കാതെ പാലും വെണ്ണയും തൈരും സൂക്ഷിക്കുന്ന കലവറയിൽ കയറിക്കൂടുകയായി. കൃഷ്ണന്റെ കുസൃതി പേടിച്ച് ഗോപവനിതമാർ കയ്യെത്താത്തത്ര ഉയരത്തിൽ ഉറികൾ കെട്ടി അവയിലാണ് ഗവ്യങ്ങൾ സൂക്ഷിച്ചിരുന്നത്. കൃഷ്ണൻ അതിനും വഴി കണ്ടുപിടിച്ചു. ഒരു ഗോപബാലനോട് കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അവന്റെ പുറത്തു കയറി ഉറിയിലിരിക്കുന്ന മൺകലത്തിന്റെ മൂട്ടിൽ കടകോലിട്ട് കുത്തി. പാൽ ആ ദ്വാരത്തിലൂടെ ധാരമുറിയാതെ ഒഴുകി. കുറച്ചു കുടിച്ച് കൃഷ്ണൻ രാമനെ താൻ നിന്നിരുന്ന സ്ഥാനത്ത് കയറ്റി നിർത്തി. പിന്നെ ഓരോരുത്തരായി ഓരോ ഉറിയിൽ നിന്നും പാൽ ഊറ്റി കുടിച്ചു. തൈർക്കലമായാലും ഇതുതന്നെ ഗതി. വെണ്ണയാണെങ്കിൽ കൈയിട്ട് വാരി മുഴുവൻ തുടച്ചെടുത്ത് തിന്നുകളഞ്ഞു. ഗോപസ്ത്രീകൾക്ക് പൊറുതിമുട്ടി. കൃഷ്ണൻ തുളച്ചുടച്ച കലങ്ങൾക്ക് കണക്കില്ല. വീട്ടിലെ വൃദ്ധന്മാർക്ക് കുടിക്കാൻ പ്രത്യേകമായി എടുത്തുവെച്ച പാൽ പോലും കൃഷ്ണനും ചങ്ങാതിമാരും കൂടി ആരും അറിയാതെ കട്ടുകുടിച്ച് ആ പാത്രത്തിൽ പച്ചവെള്ളം നിറച്ചു വെച്ചു. വെണ്ണ മുഴുവൻ തിന്ന് ഉറിയിലെ കലത്തിൽ വെണ്ണ പോലെ ചാണകം ഉരുട്ടി വെച്ചു. അടിക്കാൻ ചെല്ലുന്ന ഗോപികമാരുടെ നേരെ നോക്കി കൃഷ്ണൻ ഒരു ചിരി ചിരിച്ചു. അതോടെ അവർക്ക് അടിക്കാൻ കൈ പോരാതെയായി. അടിക്കുന്നതിനു പകരം അവർ ഉണ്ണിക്കണ്ണനെ വാരിയെടുത്ത് ചുംബിക്കുകയായി. എത്ര കലങ്ങൾ ഉടഞ്ഞാലും എത്ര പാലും വെണ്ണയും കട്ടെടുത്ത് അത്യാവശ്യത്തിന് പോലും ഇല്ലെന്നായാലും ഗോപികമാർ കൃഷ്ണന്റെ മനം മയക്കുന്ന ചിരി കാണാൻ കൊതിച്ചു. കൃഷ്ണനെക്കുറിച്ച് യശോദയോട് പരാതി പറയാൻ ചെല്ലുന്ന ഗോപസ്ത്രീകൾ അമ്മയുടെ മടിയിൽ കിടന്ന് നിഷ്കളങ്ക ഭാവത്തിൽ മുലപ്പാൽ കുടിക്കുന്ന പൊന്നുണ്ണിയെ കണ്ട് വന്ന കാര്യം മറന്ന് ഉണ്ണിയെ ലാളിച്ചും ഓമനിച്ചും താലോലിച്ചും മടങ്ങിപ്പോയി. എന്റെ മകൻ ശ്രീധാമാവ്, അല്ലെങ്കിൽ എന്റെ മകൻ സുലക്ഷണൻ എത്ര നല്ല കുട്ടിയായിരുന്നു. യാതൊരു ദുശ്ശീലവും ഇല്ലായിരുന്നു അവന്. ഇപ്പോൾ കൃഷ്ണന്റെ കൂടെ കൂടി തെമ്മാടിയും കള്ളനുമായിരിക്കുന്നു എന്ന ആവലാതിയും കൊണ്ട് യശോദയുടെ അടുത്തേക്ക് ചെല്ലുന്ന ഗോപവനിത പോകുന്ന വഴിയിൽ കൂട്ടുകാരോടൊത്തു നിൽക്കുന്ന കണ്ണനെ കണ്ട് ആവലാതികൾ മറന്ന് വാരിപ്പുണർന്നു. എന്നാൽ കൃഷ്ണൻ പാലും വെണ്ണയും തൈരും എത്ര തന്നെ കട്ടെടുത്താലും ശരി, ഗോപന്മാർക്ക് അമ്പാടിക്ക് പുറത്തു കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടുവോളം ഗവ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പശുക്കൾ മുൻപത്തേക്കാൾ പാൽ ചുരത്തി. പാത്രങ്ങളിൽ പാലും വെണ്ണയും തൈരും നിറഞ്ഞു. കൃഷ്ണന്റെ കള്ളത്തരം കൊണ്ട് ആർക്കും യാതൊരു കുറവും കണ്ടില്ല. ഗവ്യങ്ങളെല്ലാം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 8 ഇരട്ടിയായി. അമ്പാടി ഐശ്വര്യപൂർണമായി. ഉണ്ണികൃഷ്ണനും ബലരാമനും ഗോപബാലന്മാരും കൂടി ഒരു ദിവസം മാഞ്ചുവട്ടിൽ കളിക്കായിരുന്നു. ഉയരമുള്ള മാവിന്മേൽ നിന്ന് ഇടയ്ക്കിടെ മുഴുത്ത മാമ്പഴങ്ങൾ പഴുത്തു വീണുകൊണ്ടിരുന്നു. കുട്ടികൾ ഊഴം വെച്ച് മാമ്പഴം വീണതെടുത്ത് തിന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ കൃഷ്ണൻ ഊഴം തെറ്റിച്ച് ശ്രീധമാവ് എടുക്കേണ്ടിയിരുന്ന മാമ്പഴം ഓടിച്ചെന്നെടുത്ത് തിന്നു തുടങ്ങി. കുട്ടികളുടെ ഇടയിൽ അത് വലിയൊരു പ്രശ്നമായി. അവർ ബഹളം കൂട്ടിത്തുടങ്ങി. അപ്പോൾ കൃഷ്ണൻ യാതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഭാവത്തിൽ പറഞ്ഞു, ശ്രീധമാവിന് അവകാശപ്പെട്ട മാമ്പഴം ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഇതാ നോക്കൂ, ഞാൻ തിന്നത് മാമ്പഴമല്ല, മണ്ണാണ്. ശ്രീകൃഷ്ണൻ മണ്ണുവാരി തിന്നുന്നത് കണ്ട് രാമനും മറ്റു കുട്ടികളും കൂടി ഓടിച്ചെന്ന് യശോദയോട് പറഞ്ഞു. കൃഷ്ണൻ ഇതാ മണ്ണ് തിന്നുന്നു. യശോദയ്ക്ക് പരിഭ്രമമായി. മണ്ണ് തിന്നിട്ട് കൃഷ്ണന് വല്ല രോഗവും ബാധിക്കോ? മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് മണ്ണ് തിന്നാൻ തോന്നുന്നത് ഒരു രോഗലക്ഷണമാണെന്ന് കേട്ടിട്ടുമുണ്ട്. എന്തായാലും കൃഷ്ണനെ വിളിച്ച് ഒന്ന് ശാസിക്കാഞ്ഞാൽ പറ്റില്ല. കുട്ടികളോട് കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാൻ യശോദ പറഞ്ഞു. കുട്ടികൾ ചെന്ന് വിളിച്ചപ്പോഴല്ലേ കൃഷ്ണനുണ്ടോ വരാൻ കൂട്ടാക്കുന്നു. കുട്ടികൾ കൃഷ്ണനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി യശോദയുടെ മുന്നിൽ എത്തിച്ചു. യശോദ കൃഷ്ണനെ മുന്നിൽ നിർത്തി, ഉണ്ണി, മണ്ണ് തിന്നുവോ? സത്യം പറയൂ. കൃഷ്ണൻ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിന്നതേ ഉള്ളൂ. യശോദയ്ക്ക് ദേഷ്യം വന്നു. മണ്ണ് തിന്നതും പോരാ, ചോദിച്ചതിന് ഉത്തരവില്ലേ? ചിരിച്ചുകൊണ്ട് നിൽക്കുക. എന്നെ ചിരിച്ചു മയക്കാന്നൊന്നും വിചാരിക്കണ്ട. വായ തുറക്കൂ, നോക്കട്ടെ. കൃഷ്ണൻ മടി കൂടാതെ വായ തുറന്നു. മകന്റെ പവിഴം പോലെ തൊടുത്ത കുഞ്ഞിവായിലേക്ക് അമ്മ ഉറ്റുനോക്കി. മണ്ണ് തിന്നിട്ടുണ്ടെങ്കിൽ ഒരു മൺതരിയെങ്കിലും വായിൽ പറ്റിക്കിടക്കാതിരിക്കില്ലല്ലോ. എന്നാൽ യശോദ ഉണ്ണികൃഷ്ണന്റെ വായിൽ മൺതരിയല്ല കണ്ടത്. 14 ലോകങ്ങളും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും അതിലെ നഗരങ്ങളും ഗ്രാമങ്ങളും കാടുകളും കടലുകളും പുഴകളും അമ്പാടിയും വീടുകളും ഗോപന്മാരും ഗോപികമാരും പശുക്കളും തൊഴുത്തുകളും യശോദയുടെ ഭവനവും യശോദയും മുന്നിൽ വായ് തുറന്നു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനും. ആ അമ്മയുടെ അമ്പരന്ന കണ്ണുകൾ കണ്ട കാഴ്ചയാണത്. അവർ ഭയത്തോടെ മിഴികൾ മുറുക്കിയടച്ച് ദയനീയമായി അപേക്ഷിച്ചു,
ഉണ്ണി വായടയ്ക്കൂ, എനിക്ക് പേടിയാവുന്നു. ഉണ്ണി ആരാണ്? എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ വായ പൂട്ടി അമ്മയെ കെട്ടിപ്പിടിച്ച് കൊഞ്ചി പറഞ്ഞു. അമ്മേ, അമ്മിഞ്ഞിപ്പാൽ തരൂ, എനിക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു. യശോദ കണ്ണുകൾ മിഴിച്ചു നോക്കി. ഉണ്ണിയെ വാരിയെടുത്ത് മടിയിൽ കിടത്തി മുലപ്പാൽ കൊടുത്തു. അതോടെ കണ്ടതെല്ലാം മറക്കുകയും ചെയ്തു. കൃഷ്ണന് മണ്ണു തിന്നിട്ട് രോഗം ബാധിച്ചാലോ എന്ന് ശങ്കിച്ച യശോദയ്ക്ക് പ്രളയകാലത്ത് ലോകങ്ങൾ മുഴുവനും ഭക്ഷിക്കുന്ന ഭഗവാന് ഒരു പിടി മണ്ണ് തിന്നാൽ ഒന്നും സംഭവിക്കയില്ലെന്ന് വിഷ്ണുമായയിൽ ബുദ്ധി മങ്ങിപ്പോയതുകൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം യശോദ പാൽ അടുപ്പത്ത് വെച്ച് അടുക്കളയിലിരുന്നു കൊണ്ട് തൈര് കലക്കുകയായിരുന്നു. അപ്പോൾ കൃഷ്ണൻ എവിടെ നിന്നോ പൊടിയും ചെളിയും അണിഞ്ഞ് ഓടിവന്ന് അമ്മയുടെ മടിയിലിരുന്ന് മുലപ്പാൽ കുടിച്ചു തുടങ്ങി. യശോദ അപ്രിയമൊന്നും പറയാതെ മകനെയും അടുപ്പത്തെ പാൽപാത്രത്തെയും മാറി മാറി നോക്കിക്കൊണ്ട് തൈര് കടയുന്ന പണി തുടർന്നു. ആ സമയത്ത് പാൽ തിളച്ചു വന്നു തുടങ്ങി. യശോദ ഉണ്ണിയെ ഇടത്തെ കൈകൊണ്ട് തട്ടി നീക്കി അടുപ്പിനടുത്തേക്ക് ഓടി. വേഗം കൈക്കില കൂട്ടി പാത്രം വാങ്ങി താഴ്ത്തു വെച്ചു. മുലപ്പാൽ കുടിച്ച് പകുതിയായിട്ടേ ഉള്ളൂ. അമ്മ അപ്പോഴേക്കും ആ രസവും സുഖവും കളഞ്ഞ് പാൽ അടുപ്പത്ത് നിന്ന് എടുക്കാൻ ഓടിപ്പോയി. ശ്രീകൃഷ്ണന് ദേഷ്യം വന്നു. ഉണ്ണി തൈര് നിറഞ്ഞ വലിയ കലം കുഞ്ഞിക്കാലുകൊണ്ട് ചാവട്ടി തട്ടി മറച്ചിട്ടു. തൈര് കലക്കി കഴിഞ്ഞിരുന്നതിനാൽ മേൽഭാഗത്ത് വെണ്ണ ഉരുണ്ടുകൂടി നിന്നിരുന്നു. കൃഷ്ണൻ ആ വെണ്ണയുമെടുത്ത് അടുക്കളയിൽ നിന്ന് ഒറ്റ ഓട്ടം. തിളച്ചു പൊങ്ങിയ പാലെടുത്തു വെച്ച് തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച സൗമ്യശീലയായ യശോദയെ ഞെട്ടിച്ചു. നിറയെ തൈരുണ്ടായിരുന്ന വലിയ കലമുടഞ്ഞ് അടുക്കളയിൽ മുഴുവൻ പരന്നു കിടക്കുകയാണ്. ഈ ഉണ്ണിയുടെ വികൃതികൾ സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. ആരും ശകാരിക്കാത്തതുകൊണ്ടും ചെറിയൊരു ശിക്ഷ പോലും കൊടുക്കാത്തതുകൊണ്ടുമാണ് കുറുമ്പിങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഇത് പറ്റില്ല എന്ന് തന്നെത്താൻ പറഞ്ഞുകൊണ്ട് യശോദ കൃഷ്ണനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് മഹാതപസ്വികൾക്ക് പോലും അന്വേഷിച്ചിട്ട് കണ്ടുകിട്ടാൻ കഴിയാത്ത ബാലഗോപാലനെ വീട്ടിൽ മുഴുവനും തെരഞ്ഞു നടന്നു. അവസാനം ഉരൽപ്പുരയിൽ കണ്ടെത്തി. ഒരു ഉരലിന്മേലിരുന്നു കൊണ്ട് വെണ്ണ തിന്നുകയും ഉരലിന്റെ ചുവട്ടിൽ മ്യാവൂ മ്യാവൂ എന്ന് കരഞ്ഞ് ഉണ്ണിയുടെ കാലിന്മേൽ ഉരസി നിൽക്കുന്ന പൂച്ചയ്ക്ക് വെണ്ണ ഇട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കൃഷ്ണനെ പുണ്യവതിയായ യശോദ കണ്ടു. അതുവരെ ഉണ്ടാവാത്തത്ര ദേഷ്യം വന്നു യശോദയ്ക്ക്. അവിടെ നിൽക്കും, ഞാൻ കാണിച്ചു തരാം, നിന്നൊരു പാഠം പഠിപ്പിച്ചിട്ട് ഇനി കാര്യമുള്ളൂ എന്ന് ഉറക്കെ പറഞ്ഞ് അവർ കൃഷ്ണനെ ഉരലിന്മേൽ കെട്ടിയിടാൻ വേണ്ടി നീളമുള്ളൊരു ചരട് എടുത്തുകൊണ്ടുവന്നു. അപ്പോഴേക്കും യശോദയുടെ വിളിയും ബഹളങ്ങളും കേട്ട് ഗോപികമാരിൽ ചിലർ അവിടെ വന്നു. യശോദ ചരടുകൊണ്ട് കൃഷ്ണനെ ഉരലിന്മേൽ കെട്ടാൻ നോക്കി. ചരടിന് 2 അങ്കുലം നീളം പോരാതെ വന്നു. അവർ വീണ്ടും പോയി ഒരു നീണ്ട ചരട് കൂടി കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടി നോക്കി. അപ്പോഴും 2 അങ്കുലം നീളം മതിയായില്ല. വീണ്ടും വീണ്ടും ചരടുകൾ കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടിയിട്ടും നീളം തികഞ്ഞില്ല. യശോദ വാടി വിയർത്തു തളർന്നു. ഗോപസ്ത്രീകൾ ചിരി തുടങ്ങി. അപ്പോൾ കരുണാമയനായ കൃഷ്ണന് തോന്നി, പാവം അമ്മ എത്ര കഷ്ടപ്പെടുന്നു, ഇനി ചരടുകൾ കെട്ടാൻ സമ്മതിച്ചു കളയാം. അതോടെ യശോദയുടെ കയ്യിലെ ചരടിന്റെ നീളം ശരിയായി. കൃഷ്ണന്റെ വയറ്റത്തുകൂടി ഉരലുമായി കൂട്ടിക്കെട്ടി അമ്മ. ഇനി അവിടെ ഇരിക്കെ, വികൃതി കുറെ ഏറുന്നുണ്ട്, ഇനി ഉണ്ണാറാവുമ്പോഴേ കെട്ടഴിച്ചു വിടുകയുള്ളൂ എന്ന് താക്കീതു ചെയ്ത് അവിടെ നിന്ന് പോയി. ഗോപസ്ത്രീകൾ അവരുടെ വീടുകളിലേക്കും മടങ്ങി. ഉരലിന്മേൽ കെട്ടിയിട്ട കൃഷ്ണന് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ കഴിയോ? ഉണ്ണി ഉരലും വലിച്ചു നടന്നു തുടങ്ങി. നടന്നു നടന്ന് മുറ്റത്തെത്തി. കനമുള്ള ഉരൽ പിന്നിലുണ്ടെന്ന ഭാവമേ ഇല്ല. മുറ്റത്ത് 2 മരുതുമരങ്ങൾ തൊട്ടു നിൽക്കുന്നുണ്ട്. അവ ഇലക്കണ്ണുകളിലൂടെ കൃഷ്ണനെ നോക്കി. കുബേരന്റെ മക്കളാണ് നളകൂബരനും മണിഗ്രീവനും. ചെറുപ്പകാലം കുബേരന്റെ മക്കളായതുകൊണ്ട് യഥേഷ്ടം ചെലവഴിക്കാൻ പണം, ദേവവംശത്തിൽ ജനിച്ചതുകൊണ്ട് പ്രഭുത്വം, വിവരവും വകതിരിവുമില്ലാത്ത സ്വഭാവം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് മതി നാശത്തിന്. എന്നാലും 4 കൂടിച്ചേർന്ന ഈ ചെറുപ്പക്കാർ ത്രേതായുഗകാലത്ത് ആകാശഗംഗയിൽ അപരസ്ത്രീകളോടൊന്നിച്ച് വെള്ളത്തിൽ നീന്തിക്കളിക്കുകയായിരുന്നു. ഉടുതുണി അഴിഞ്ഞു പോയതുപോലും അവരറിഞ്ഞില്ല. ആ സമയത്താണ് നാരദമുനി ആ വഴി വന്നത്. ഋഷിയെ കണ്ടപ്പോൾ അപ്സര സ്ത്രീകൾ വെള്ളത്തിൽ നിന്നു കയറി വസ്ത്രങ്ങൾ വേണ്ട സ്ഥാനത്ത് ധരിപ്പിച്ച് കൈകൂപ്പി നിന്നു. എന്നാൽ ധിക്കാരികളും അഹങ്കാരികളുമായ നളകൂബരനും മണിഗ്രീവനും മഹർഷിയെ കണ്ടതായി ഭാവിച്ചതേയില്ല. നഗ്നത മറയ്ക്കാൻ ഒരു ശ്രമം നടത്തിയതുപോലും ഇല്ല. അവരുടെ അഹന്തയ്ക്ക് ഒരു ശിക്ഷ കൊടുക്കണമെന്ന് മുനിക്ക് തോന്നി. അദ്ദേഹം ശപിച്ചു, നഗ്നതയിൽ മരങ്ങൾക്ക് പോലും ലജ്ജയുണ്ട്. അവ ഇലകൾ കൊണ്ട് ശരീരം മറയ്ക്കും. നിർലജ്ജരായ നിങ്ങൾ മരങ്ങളായി തീരട്ടെ. ശാപം ലഭിച്ചപ്പോൾ കുബേരപുത്രന്മാർക്ക് സുബോധം തിരിച്ചു കിട്ടി. അവർ വേണ്ട വിധത്തിൽ വസ്ത്രധാരണം ചെയ്ത് ദേവർഷിയുടെ കാൽക്കൽ വീണ് ശാപമോക്ഷം യാചിച്ചു. മഹർഷി കോപം ശമിച്ച് അവരെ അനുഗ്രഹിച്ചു. ദ്വാപരയുഗത്തിൽ വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ ജനിക്കും. അമ്പാടിയിലായിരിക്കും ഭഗവാന്റെ കുട്ടിക്കാലം. നിങ്ങൾ അവിടെ മരങ്ങളായി ചെന്നു നിന്നാൽ മതി. നിങ്ങൾക്ക് ശാപമോക്ഷം തരാൻ ഭഗവാന് മാത്രമേ കഴിയൂ. അവർ 2 മരുതുമരങ്ങളായി അമ്പാടിയിൽ നന്ദഗോപന്റെ വീടുമുറ്റത്ത് നിലയുറപ്പിച്ചു. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗമായി. ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു. അപ്പോഴേക്കും പഴക്കം കൊണ്ട് ഉറകുത്തിയ മരുതുമരങ്ങൾ വീഴാറായി നിൽക്കുകയായിരുന്നു. പക്ഷേ ഭഗവാൻ വന്ന് ശാപമോക്ഷം തരണമല്ലോ. നാരദമുനിയുടെ ശാപത്തിൽ നിന്ന് കുബേരപുത്രന്മാർക്ക് മോക്ഷം നൽകാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ ഉരലും വലിച്ച്
ആ 2 മരങ്ങളുടെയും ഇടയിലൂടെ തിങ്ങി ഞെരുങ്ങി കടന്നു. ഉരൽ മരങ്ങളുടെ ഇടയിൽ കുടുങ്ങി. കൃഷ്ണൻ അത് വലിച്ചെടുത്തപ്പോൾ മരങ്ങൾ വലിയ ശബ്ദത്തോടെ കടപുഴകി വീണു. അവയിൽ നിന്ന് നളകൂബരനും മണിഗ്രീവനും സ്വന്തം രൂപത്തിൽ പുറത്തുവന്നു. ഭഗവാനെ വന്നിച്ച് അവർ ആകാശത്തിലൂടെ കുബേരന്റെ വസതിയായ അളകാപുരിയിലേക്ക് പോയി. അവർ പോയിക്കഴിഞ്ഞ ശേഷമേ മരങ്ങൾ വീണ ശബ്ദം അമ്പാടിയിലുള്ളവർ കേട്ടുള്ളൂ. എല്ലാവരും ഓടി വന്നു. നന്ദഗോപനാണ് ആദ്യം എത്തിയത്, പിന്നാലെ മറ്റു ഗോപന്മാരും. അടുക്കളയിലായിരുന്ന യശോദയും ഗോപസ്ത്രീകളും അവസാനമേ വന്നുള്ളൂ. മറഞ്ഞു വീണ് കിടക്കുന്ന 2 മരങ്ങളും അവയ്ക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഉരലും കെട്ടിൽപ്പെട്ട് അബദ്ധം പറ്റിയെന്ന ഭാവത്തിൽ നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെയും അവരൊക്കെ കണ്ടു. താൻ ചെയ്തത് വലിയ അബദ്ധമായി പോയെന്ന വിചാരം കൃഷ്ണനേക്കാൾ ഉണ്ടായത് യശോദയ്ക്കായിരുന്നു. നന്ദഗോപൻ ഒന്നും മിണ്ടാതെ ഉണ്ണികൃഷ്ണന്റെ കെട്ടഴിച്ച് വാരിയെടുത്ത് ഓമനിച്ച ശേഷമേ യശോദയ്ക്ക് കൈമാറിയുള്ളൂ. ഉണ്ണിക്കൊന്നും പറ്റിയില്ലല്ലോ, ശ്രീനാരായണന്റെ അനുഗ്രഹമാണെന്നേ പറയാനുള്ളൂ എന്ന് നന്ദഗോപൻ പറഞ്ഞത് കേട്ട് യശോദ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണനെ മാറോടണച്ച് ചുംബിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. മുലപ്പാൽ കൊടുത്ത് ആശ്വസിപ്പിച്ചു. സ്വയം ആശ്വസിക്കുകയും ചെയ്തു. ഉദരത്തിന്റെ മുകളിൽ ദാമം കെട്ടുക കാരണം കൃഷ്ണന് ദാമോദരൻ എന്നൊരു പേര് കൂടി പ്രസിദ്ധമായി തീർന്നു. 8. വൃന്ദാവനത്തിലേക്കുള്ള യാത്രയും വത്സാസുരനും. കൃഷ്ണൻ ഉരൽ വലിച്ചു നടന്ന് മരങ്ങൾക്കിടയിൽ കുടുങ്ങിയതും മരങ്ങൾ കടപുഴകി വീണതും മറ്റും അപശകുനങ്ങളാണെന്ന് ഗോപന്മാരിൽ ചിലർക്ക് തോന്നിത്തുടങ്ങി. അവരിൽ ഉപനന്ദൻ, വൃഷഭാനു എന്നീ ഗോപമുഖ്യന്മാർ നന്ദഗോപനെ ചെന്ന് കണ്ടു പറഞ്ഞു, എന്താണാവോ, നമുക്ക് ചില ആപത്തുകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സുന്ദരിയുടെ രൂപമെടുത്തു വന്ന് കൃഷ്ണന് മുലപ്പാൽ കൊടുത്ത രാക്ഷസി ചത്തു. യാതൊരു കാരണവുമില്ലാതെ മരം കൊണ്ടുള്ള വണ്ടി പൊട്ടി വീണു. കൊടുങ്കാറ്റു വന്ന് നാശനഷ്ടങ്ങൾ വരുത്തി. ഇപ്പോഴിതാ 2 മരങ്ങൾ വേരറ്റു വീണു പോയിരിക്കുന്നു. നമുക്കിനി ഈ ബൃഹദ്വനത്തിൽ താമസിക്കുന്നത് ശുഭകരമാവുകയില്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് അധികം ദൂരത്തിലല്ലാത്ത പുഴയുടെ കരയിൽ വൃന്ദാവനം എന്നൊരു സ്ഥലമുണ്ടെന്ന് അങ്ങേക്കറിയാലോ. വൃന്ദാവനത്തിന്റെ ഒരു ഭാഗത്ത് യമുനാ നദിയും മറുഭാഗത്ത് ഗോവർദ്ധന പർവ്വതവുമാണ്. മലയിലും താഴത്തും കാടുകളുണ്ടെങ്കിലും പുലി, ചെന്നായ, കാട്ടുപോത്ത്, കരടി, സിംഹം മുതലായ മൃഗങ്ങളൊന്നും അവിടെ ഇല്ല. മാനും മുയലും അണ്ണാനും മറ്റു ചില ചെറുമൃഗങ്ങളും മയിൽ, കുയിൽ, ചെമ്പോത്ത്, തത്ത മുതലായ നല്ല പക്ഷികളുമുള്ള അവിടെ നമ്മുടെ പശുക്കൾക്ക് തിന്നാൻ വേണ്ടുവോളം പുല്ലുമുണ്ട്. കാട്ടിൽ താമസിക്കുന്ന വേടന്മാർ ഉപദ്രവകാരികളല്ല. അവരെക്കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവൂ. അവർക്ക് പാലും മോരും നെയ്യും കൊടുത്ത് നമുക്ക് തേനും മധുരമുള്ള കാട്ടുപഴങ്ങളും പകരം വാങ്ങിക്കാവാം. സുഹൃത്തുക്കളുടെ വാക്കുകൾ ശരിയാണെന്ന് നന്ദഗോപനും തോന്നി. അദ്ദേഹം മറ്റു ഗോപന്മാരോടും ഗോപസ്ത്രീകളോടും ആലോചിച്ചു. എല്ലാവർക്കും ആ അഭിപ്രായം സമ്മതമായി. താമസിക്കാനുള്ള വീടുകളും പശുത്തൊഴുത്തുകളും മറ്റും ഉണ്ടാക്കാൻ ചെറുപ്പക്കാരായ കുറേ ഗോപന്മാർ വൃന്ദാവനത്തിലേക്ക് മുൻപേ പുറപ്പെട്ടുപോയി. കുറേ പശുക്കളെയും അവർ ആട്ടിക്കൊണ്ടുപോയി. വൃദ്ധഗോപന്മാരും നന്ദഗോപരും യശോദയും മറ്റു ചില ഗോപസ്ത്രീകളും കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ടേ പോയുള്ളൂ. അവർ വീട്ടുസാമാനങ്ങൾ കാളവണ്ടിയിൽ കയറ്റി. കുട്ടികളെയും വൃദ്ധരെയും കുട്ടികളുള്ള അമ്മമാരെയും വണ്ടികളിൽ കൊണ്ടുപോവാനും കുറേ ദൂരം നടക്കാൻ തക്ക ശരീരബലമുള്ള ഗോപന്മാരും സ്ത്രീകളും വണ്ടികളോടൊപ്പം നടന്നു പോകാനുമായിരുന്നു അവരുടെ തീരുമാനം. ആദ്യം കൊണ്ടുപോയവയെ കൂടാതെ അവശേഷിച്ച പശുക്കളെയും അവർ കൂട്ടത്തിൽ തെളിച്ചുകൊണ്ടുപോവാൻ നിശ്ചയിച്ചു. യശോദയും കൃഷ്ണനും രോഹിണിയും രാമനും വൃഷഭാനുവിന്റെ പത്നി കീർത്തിമതിയും അവളുടെ 2 വയസ്സായ മകൾ രാധയും കൂടി ഒരു വണ്ടിയിൽ കയറി. 4 വയസ്സായ രാമനും കൃഷ്ണനും യാത്ര വളരെ സുഖകരമായി തോന്നി. അമ്പാടി വിട്ട് എവിടെയും പോയിട്ടില്ലാത്ത ആ ഉണ്ണികൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന് ഇതുവരെ കാണാത്ത പ്രകൃതി ദൃശ്യങ്ങൾ കണ്ട് ആഹ്ലാദത്തോടെ ചിരിച്ചും ഓരോ കളിവാക്കുകൾ പറഞ്ഞുകൊണ്ട് രസിപ്പിക്കുകയും ചെയ്തിരുന്നതിനാൽ ആരും തന്നെ വഴിയാത്രയുടെ ക്ലേശമറിഞ്ഞില്ല. രാവിലെ വെയിലുതുക്കി മുൻപ് പുറപ്പെട്ട അവർ ഉച്ചയ്ക്ക് മുൻപ് വൃന്ദാവനത്തിലെത്തി. മുൻപേ പോയിരുന്ന യുവതികളായ ഗോപസ്ത്രീകൾ എല്ലാവർക്കും ഭക്ഷണമുണ്ടാക്കി വെച്ചിരുന്നു. കൃഷ്ണൻ തിടുക്കപ്പെട്ട് ഊണ് കഴിച്ച് ജ്യേഷ്ഠനെയും മറ്റു ഗോപബാലന്മാരെയും വിളിച്ച് പുതിയ നാട് ചുറ്റി നടന്ന് കാണാൻ പോയി. കുയിലുകളുടെ പാട്ടും മയിലുകളുടെ ആട്ടവും മുയലുകളുടെ ചാട്ടവും മാനുകളുടെ ഓട്ടവും യമുനാ നദിയുടെ കളകളാരവവും ഗോവർദ്ധന പർവ്വതത്തിന്റെ തല ഉയർത്തിക്കൊണ്ടുള്ള നിൽപ്പും കണ്ടും കേട്ടും കൃഷ്ണനും കൂട്ടുകാർക്കും കൗതുകവും സന്തോഷവും ഉണ്ടായി. അവർ കാട്ടിലൂടെ നടന്നു. കല്ലും ചരലും മുള്ളും തട്ടി കൃഷ്ണന്റെ കാലുകൾ വേദനിക്കാതിരിക്കാനാണെന്ന് തോന്നി കാട്ടിലെ പച്ചപ്പട്ടുപോലെ മിനുത്ത പുല്ലുകളും മരങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും കൂടി കനത്തിൽ പതുപതുത്ത മെത്ത വിരിച്ചിരുന്നു. കുറച്ചു ദൂരം പോയപ്പോൾ വഴിതെറ്റി കാട്ടിൽപ്പെട്ടു പോവോ, അച്ഛനമ്മമാർ വിഷമിക്കോ എന്ന് രാമനും ശ്രീരാമാവിനും നേരിയ ഭയം തോന്നി. ആ സമയത്ത് അടുത്തുനിന്ന് തന്നെ മധുരമായ ഒരോടക്കുഴലിന്റെ നാദം അവർ കേട്ടു. അത് എവിടെന്നാണെന്നറിയാൻ കൃഷ്ണൻ മുൻപേ ഓടിപ്പോയപ്പോൾ ഒരു മരച്ചുവട്ടിൽ ഒരു വേടബാലൻ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് ഒരു പാറക്കല്ലിന്മേൽ ഇരിക്കുന്ന കണ്ടു. കൃഷ്ണന് അതുപോലുള്ള ഒരോടക്കുഴൽ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി. ഏകദേശം തന്റെ പ്രായത്തിലുള്ള ആ വേടക്കുട്ടിയുടെ ചുമലിൽ കൈവച്ച് കൃഷ്ണൻ ചോദിച്ചു, എന്താ നിന്റെ പേര്? എനിക്കും ഇതുപോലെ നല്ല നാദമുള്ള ഒരോടക്കുഴൽ ഉണ്ടാക്കി തരുമോ? ഞാൻ നിനക്ക് പാലോ വെണ്ണയോ തൈരോ ഇഷ്ടം പോലെ തരാം. കൃഷ്ണൻ തൊട്ടപ്പോൾ ആ വേടക്കുട്ടിക്ക് ശരീരം കോരിത്തെരിച്ചു. ആരോടും പറഞ്ഞറിയിക്കാനാവാത്ത തരത്തിലുള്ള ഒരു സുഖം കൃഷ്ണന്റെ സ്പർശനത്തിൽ നിന്ന് അവന് അനുഭവപ്പെട്ടു.
ആ പരമാനന്ദത്തിൽ ലയിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എൻ്റെ പേര് ജരൻ എന്നാണ്. ഞാൻ ഈ ഓടക്കുഴൽ ഉണ്ണിക്ക് തരാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓടക്കുഴൽ ഉണ്ടാക്കാമല്ലോ. ഉണ്ണി ഇതിനു പകരമായി എനിക്കൊന്നും തരണ്ട. ഉണ്ണിയെ ഇനി എന്നാണ് കാണുക? കൃഷ്ണന്റെ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു. ഇനി നമുക്ക് ഇപ്പോഴൊന്നും കാണാൻ കഴിയില്ല. എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി കാണും, തീർച്ച. കുറേ കാലം കാത്തിരിക്കണമെന്ന് മാത്രം. ജരൻ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നു മറഞ്ഞു. കൃഷ്ണൻ ഓടക്കുഴലെടുത്ത് ഊതി. അലൗകികവും ദിവ്യവും സുമധുരവുമായ ഒരു നാദം അതിൽ നിന്ന് പുറപ്പെട്ടു. അതുകേട്ട് പക്ഷികൾ ചിലപ്പ് നിർത്തി. മൃഗങ്ങൾ പ്രതിമകളെപ്പോലെ അനങ്ങാതെ നിന്നു. മരങ്ങൾ ഇലകൾ പൊഴിച്ചില്ല. കാറ്റുപോലും വീശാതെ നിന്നു. ആ നാദം വൃന്ദാവനത്തിലെ ഗോപകവാടങ്ങളിലേക്കും ഒഴുകിച്ചെന്നു. അവരവർ ചെയ്യുന്ന പണി നിർത്തിവെച്ച് എല്ലാവരും അത് കേട്ടുനിന്നു. ലോകം നിശ്ചലമായതറിഞ്ഞ് കൃഷ്ണൻ ഓടക്കുഴൽ ചുണ്ടിൽ നിന്ന് എടുത്തു. അപ്പോൾ എല്ലാവരും സാധാരണ പോലെയായി. ബലരാമൻ ചോദിച്ചു, കൃഷ്ണ, ആ വേടച്ചെറുക്കനെ ഇനിയും ഒരിക്കൽ കൂടി തീർച്ചയായും കാണുമെന്ന് നീ പറഞ്ഞതിന് എന്താണ് കാരണം? കൃഷ്ണൻ ഒന്നും മിണ്ടാതെ പുഞ്ചിരി തൂകിയതേ ഉള്ളൂ. ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഒളിയമ്പെയ്തു കൊന്ന ബാലിവാനരന്റെ പുനർജന്മമാണ് ജരൻ എന്ന വേടബാലനെന്നും കൃഷ്ണന്റെ ജീവിതാവസാനത്തിൽ സ്വയം അറിയാതെയാണെങ്കിലും ഒളിയമ്പയ്യാൻ വിധിക്കപ്പെട്ടവനാണ് അവനെന്നുമുള്ള ജന്മരഹസ്യം കൃഷ്ണന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. മറ്റുള്ളവരും ഒന്നും അറിഞ്ഞില്ല. അവരുടെ മനസ്സിൽ നിന്ന് ജരൻ എന്ന വേടക്കുട്ടിയും കൃഷ്ണന്റെ മുരളീനാഥത്തിന്റെ മാസ്മരികതയും നിമിഷങ്ങൾക്കുള്ളിൽ മാഞ്ഞുപോയി. കൃഷ്ണൻ അവരെ എല്ലാവരെയും പോലെയുള്ള 4 വയസ്സുകാരനായ ഒരിടയ ബാലൻ തന്നെയായി തീർന്നു. പക്ഷേ കൃഷ്ണന്റെ മനസ്സിൽ നിന്നും കഴിഞ്ഞ ജന്മം അത്ര ക്ഷണത്തിൽ മാഞ്ഞുപോയില്ല. അന്ന് അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോൾ യശോദ പതിവ് പോലെ കൃഷ്ണനും രാമനും കഥ പറഞ്ഞു കൊടുക്കാനിരുന്നു. സ്ഥലം മാറിക്കിടന്നതുകൊണ്ടാണോ എന്നറിഞ്ഞൂടാ, രാമനും കൃഷ്ണനും സാധാരണ പോലെ ചെറിയൊരു കഥ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉറക്കത്തിലേക്ക് വഴുതി വീണില്ല. വലിയൊരു കഥ പറയൂ അമ്മേ എന്നായി കൃഷ്ണൻ. യശോദ രാമായണ കഥ പറഞ്ഞു തുടങ്ങി. ദശരഥൻ പുത്രകാമേഷ്ടി കഴിച്ചതും 4 ഉണ്ണികൾ ജനിച്ചതും കേട്ടപ്പോൾ കൃഷ്ണൻ ബലഭദ്രനെ കെട്ടിപ്പിടിച്ചു. ശിവന്റെ വില്ലൊടിച്ച് രാമൻ സീതയെ വിവാഹം കഴിച്ചുവെന്ന് കേട്ട നേരത്ത് ശ്രീകൃഷ്ണന്റെ മുഖം തിളങ്ങി. വനയാത്രയ്ക്ക് പുറപ്പെടുന്ന ഭാഗമെത്തിയപ്പോൾ മുഖം വാടി. ദശരഥന്റെ മരണവാർത്ത ഭരതൻ പറഞ്ഞുവെന്ന് കേട്ട് കൃഷ്ണന്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. സീതയെ രാവണൻ അപഹരിച്ചുവെന്ന് അമ്മ പറഞ്ഞ ഉടനെ കൃഷ്ണൻ ബലഭദ്രന്റെ ചുമലിൽ തട്ടി ലക്ഷ്മണ എന്ന് കോപഭാവത്തിൽ വിളിച്ചു. ഹനുമാന്റെ വരവ് പറഞ്ഞത് കേട്ടപ്പോൾ കൃഷ്ണന്റെ മുഖം പ്രസന്നമായി. കടൽ കടന്നതും യുദ്ധം നടന്നതും രാക്ഷസന്മാരെ നശിപ്പിച്ചതും അയോധ്യയിൽ തിരിച്ചെത്തിയതും ശ്രീരാമ പട്ടാഭിഷേകവും ഉത്സാഹത്തോടെ കേട്ട ഉണ്ണികൃഷ്ണൻ സീതയെ രാമൻ ഉപേക്ഷിച്ച ഭാഗത്തെത്തിയപ്പോൾ മതിയമ്മേ, എനിക്ക് ഉറക്കം വരുന്നു എന്ന് അമ്മയെ വിലക്കി. പൂർവ്വജന്മത്തിലെ ചരിത്രം ഭഗവാനെ വേദനിപ്പിച്ചു. മനുഷ്യനായി ജനിച്ചാൽ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കണമെന്നും ദുഷ്ടന്മാരെ നശിപ്പിക്കാനാണെങ്കിലും വീണ്ടും താൻ ജന്മമെടുത്തത് അരുതാത്തതായിരുന്നുവെന്നും സർവേശ്വരന് തോന്നിപ്പോയി. കൃഷ്ണനും രാമനും 5 വയസ്സ് തികഞ്ഞു. ഇനി ശിശുക്കളെ പോലെ കളിച്ചു നടന്നാൽ പോരെന്നും ഇടയവൃത്തി പഠിപ്പിച്ചു കൊടുക്കാറായെന്നും നന്ദഗോപനും യശോദയ്ക്കും തോന്നി. യാദവ സ്ത്രീയായ രോഹിണിക്ക് ആ അഭിപ്രായത്തോട് മനസ്സാ യോജിപ്പുണ്ടായിരുന്നില്ലെങ്കിലും തൽക്കാലം അതുമാത്രമേ പോംവഴിയുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് എതിർത്തൊന്നും പറഞ്ഞില്ല. രാവിലെ പശുക്കളെ കറന്നുകഴിഞ്ഞാൽ പശുക്കിടാങ്ങളെ ഒരു വഴിക്കും പശുക്കളെ മറ്റൊരു വഴിക്കും മേയാൻ വിടുകയാണ് പതിവ്. പശുക്കളെ മേയാൻ 12 വയസ്സ് കഴിഞ്ഞ മുതിർന്ന ബാലന്മാരെയും പശുക്കിടാങ്ങളെ നോക്കാൻ 5ഉം 6ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെയുമാണ് ഗോപമുഖ്യന്മാർ സാധാരണയായി നിയോഗിക്കാറുള്ളത്. അതനുസരിച്ച് കൃഷ്ണനും രാമനും അതേ പ്രായത്തിലുള്ള മറ്റ് ഗോപബാലന്മാരും പശുക്കിടാങ്ങളെ മേച്ചുകൊണ്ട് വൃന്ദാവനത്തിന്റെ വടക്കുകിഴക്കുമുള്ള ഭാഗങ്ങളിലേക്ക് യാത്രയായി. പ്രകൃതി സൗന്ദര്യത്തിൽ ആനന്ദിച്ചും പക്ഷികളുടെ പാട്ടുകേട്ടും മൃഗങ്ങളുടെ കളികൾ കൊണ്ടുകൊണ്ടുള്ള നടപ്പ് കൃഷ്ണന് വളരെ രസമായി തോന്നി. പശുക്കിടാങ്ങളുടെ എണ്ണം നോക്കാനും അവർ പഠിച്ചു. ഒരു ദിവസം പശുക്കിടാങ്ങളെയും കൊണ്ട് അവർ പുറപ്പെട്ടപ്പോൾ തീരെ പരിചയമില്ലാത്ത ഒരു കിടാവിനെ കൃഷ്ണൻ കണ്ടെത്തി. എണ്ണം നോക്കിയപ്പോൾ ഒരു പശുക്കുട്ടി കൂടുതലുണ്ട് താനും. തനി കറുപ്പു നിറത്തിൽ ഒരു പശുക്കിടാവും അക്കൂട്ടത്തിൽ ഇല്ലെന്നറിയാവുന്ന കൃഷ്ണൻ അതിന്റെ ഓട്ടവും ചാട്ടവും കളികളും ശ്രദ്ധിച്ചു തുടങ്ങി. തരം കിട്ടുമ്പോഴെല്ലാം അത് കൂർത്ത കുളമ്പുകൾ കൊണ്ട് തന്നെ ചവിട്ടാനും മുളച്ചു തുടങ്ങുന്ന കൊമ്പുകൾ കൊണ്ട് മുട്ടാനും ചിലപ്പോൾ പുല്ലു തിന്നുന്നതിനിടയിൽ കടിക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന് ബുദ്ധിമാനായ നന്ദകുമാരന് മനസ്സിലായി. കംസന്റെ അനുചരന്മാരിലൊരുവനായ വത്സാസുരനായിരുന്നു പശുക്കിടാവിന്റെ രൂപമെടുത്ത് കൂട്ടത്തിൽ കടന്നുകൂടിയത്. അവസരം കിട്ടിയാൽ കൃഷ്ണനെ കൊല്ലുക തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യം. കംസന്റെ കൽപ്പന പ്രകാരം പോയ പൂതനയും ശകടനും തൃണാവർത്തനും തിരിച്ചു വരാത്തതിൽ കംസനും മന്ത്രിമാർക്കും മറ്റ് സഹായികൾക്കും ആശങ്കയുണ്ടായിരുന്നു. അവർ എങ്ങോട്ടാണ് പോയതെന്നോ അവർക്ക് എന്താണ് പറ്റിയതെന്നോ യാതൊരു വിവരം കിട്ടിയതുമില്ല. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാനും കംസന്റെ അന്തകനായി ജനിച്ചവൻ അവരുടെയും അന്തകനായി തീർന്നിരിക്കുമോ എന്നറിയാനുമാണ് വത്സാസുരൻ മധുരയിൽ നിന്ന് പുറപ്പെട്ടു പോന്നത്. അന്വേഷിച്ച് അവൻ അമ്പാടിയിലെത്തി. ഗോപന്മാർ അവിടം വിട്ട് പോയിരിക്കുന്നുവെന്ന് വിജനമായ ബൃഹദ്വനത്തിൽ ചെന്നപ്പോൾ അവന് മനസ്സിലായി. വളരെ കാലമായി ഇടയച്ചേരിയിലായിരുന്ന ബൃഹദ്വനം വിട്ട് ഗോപന്മാർ എന്തിനാണ് വൃന്ദാവനത്തിലേക്ക് മാറി താമസിച്ചത് എന്നായി അവന്റെ ആലോചന. സാധാരണയായി ശത്രുക്കളുടെ ബാധ കൊണ്ട്
സുരക്ഷിതമല്ലാതായി തീർന്നാൽ മാത്രമേ സമാധാനപ്രിയരായ ഗോപന്മാർ പാർപ്പിടം വിട്ട് വേറെ ഒരിടത്തേക്ക് പോവുള്ളൂ. ഒരുപക്ഷെ പൂതനയും ശകടനും തൃണാവർത്തനും അമ്പാടിയിൽ ചെന്നിട്ടുണ്ടാവാം. അവിടെ വെച്ചായിരിക്കാം അവരെ കാണാതായത്. അത് വെച്ച് നോക്കുമ്പോൾ കംസമഹാരാജാവിന്റെ അന്തകനായി ജനിച്ച കുട്ടി ഗോപന്മാരുടെ കൂട്ടത്തിൽ തന്നെയാവാനാണ് സാധ്യത. വത്സാസുരൻ ഇങ്ങനെയെല്ലാം ആലോചിച്ച് നിശ്ചയിച്ചിട്ടാണ് വൃന്ദാവനത്തിലേക്ക് പോയത്. ആരും അവനെ കാണാനിടയാവാത്ത വിധത്തിൽ പൂച്ചയായും കാക്കയായും മറ്റും അവൻ ഗോപഭവനങ്ങളിലുള്ളിലെല്ലാം ചുറ്റിത്തിരഞ്ഞു. ഗോപസ്ത്രീകളുടെയും ഗോപന്മാരുടെയും പരസ്പര സംഭാഷണങ്ങളിൽ നിന്ന് നന്ദഗോപന്റെ മകനായ കൃഷ്ണൻ എന്ന കുട്ടിയാണ് പൂതനയുടെയും ശകടന്റെയും തൃണാവർത്തന്റെയും തിരോധാനത്തിന് കാരണക്കാരനെന്ന് അവൻ ഊഹിച്ചു. കൃഷ്ണനെ കൊല്ലാനുള്ള വഴി ആലോചിച്ചതിൽ പശുക്കിടാവിന്റെ രൂപമെടുത്താലാണ് അത് സാധിക്കുക എന്ന് അവന് മനസ്സിലായി. കൃഷ്ണന്റെ സാമീപ്യം ലഭിച്ചപ്പോൾ വത്സാസുരന് വളരെ സന്തോഷമുണ്ടായി. കംസമഹാരാജാവിനെ പ്രസാദിപ്പിച്ചാൽ തനിക്ക് എന്തും നേടാമെന്ന വിചാരമായിരുന്നു അവന്റെ മനസ്സിൽ ആദ്യമുണ്ടായതെങ്കിലും കൃഷ്ണനെ അടുത്ത് കിട്ടിയപ്പോൾ അതല്ലാതെ മറ്റെന്തോ ഒരു ആനന്ദം അവന് അനുഭവപ്പെട്ടു. കൃഷ്ണൻ വത്സാസുരനെ കണ്ട് അവൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കി അവന്റെ തലയിൽ പശുക്കിടാങ്ങളെ തെളിക്കാനുള്ള കോൽ കൊണ്ട് ഒരടി കൊടുത്ത് അവനെ 4 കാലുകളും കൂട്ടിപ്പിടിച്ച് മരങ്ങളിലേക്ക് എറിഞ്ഞുവിട്ടു. ആ അടിയും ഏറും താങ്ങാൻ അസുരന് കഴിഞ്ഞില്ല. അവൻ മരച്ചുവട്ടിൽ പിടഞ്ഞു വീണ് ചത്തു. അതുകണ്ട് ഗോപബാലന്മാർ അമ്പരന്ന് കൃഷ്ണനെ ശാസിച്ചു. നീ എന്താണ് ഈ ചെയ്തത് കൃഷ്ണ? പശുക്കിടാവിനെ കൊല്ല്. അത് ആരുടെ കിടാവായിരുന്നു ആവോ? അവർ നിന്നെ തീർച്ചയായും ശകാരിക്കും. നമ്മൾ പശുക്കളെ നോക്കേണ്ടവരല്ലേ, കൊല്ലേണ്ടവരല്ലോ. അവർ ഇതു പറഞ്ഞു തീരും മുൻപ് ചത്തുപോയ പശുക്കിടാവിന്റെ രൂപം മാറി കരിക്കട്ട പോലെ കറുത്ത് മല പോലെ പെരുത്ത ദേഹവും ഉണ്ട കണ്ണുകളും ആനച്ചെവി പോലുള്ള ചെവികളും വായിൽ കൂർത്ത ദംഷ്ട്രകളുമുള്ള ഭയങ്കരനായ ഒരസുരനായി തീർന്നു. ഗോപബാലന്മാർ പേടിച്ചു വിറച്ചുകൊണ്ട് കൃഷ്ണന്റെ ചുറ്റും നിന്നു. ഇതാരാണ് കൃഷ്ണ? അസുരനാണിതെന്ന് നീ എങ്ങനെയാണ് അറിഞ്ഞത്? ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. കൃഷ്ണൻ ചിരിച്ചു. നമ്മുടെ പശുക്കിടാങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല ഈ കിടാവെന്ന് ആദ്യം തന്നെ ഞാൻ സംശയിച്ചു. നമ്മുടെ കിടാങ്ങളിൽ കറുത്തവയില്ലല്ലോ. തവിട്ട് നിറവും ചാരനിറവും വെളുപ്പ് നിറവും 2-3 നിറങ്ങൾ കൂടിയതും മാത്രമേ ഉള്ളൂ. ആ കറുത്ത പശുക്കുട്ടി ഏതായിരിക്കുമെന്ന് ആലോചിച്ചപ്പോൾ വല്ല അസുരന്മാരും രൂപം മാറി വന്നതാവാമെന്ന് എനിക്ക് തോന്നി. അതറിയാനാണ് ഞാൻ കാലിക്കോലെടുത്ത് ഊക്കിൽ തലക്കടിച്ചതും കാലുകളിൽ പിടിച്ച് മരങ്ങളുടെ നേർക്ക് എറിഞ്ഞതും. അടിയും ഏറും കൊണ്ട ഉടൻ അത് ചത്തുവീണു. സ്വന്തം രൂപം പുറത്തുവരികയും ചെയ്തു. ഇക്കാര്യമൊന്നും നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ അറിയിക്കേണ്ടട്ടോ. അവർ പേടിക്കും. പിന്നെ പശുക്കിടങ്ങളെ മേയ്ക്കാൻ നമ്മളെ വിടില്ല. വീട്ടിൽ തന്നെ അടച്ചിരുന്ന് നേരം പോവാതെ നമുക്ക് മടുക്കും. ഈ അസുരന്റെ ശരീരം കഴുകന്മാർ തിന്ന് തീർത്തോളും. ആരും ഇക്കാര്യം അറിയാൻ പോകുന്നില്ല. കുട്ടികൾക്കെല്ലാവർക്കും കൃഷ്ണൻ പറഞ്ഞത് സമ്മതമായി. വത്സാസുരനെ കൃഷ്ണൻ നിഷ്പ്രയാസം കൊന്നുകളഞ്ഞത് കണ്ട് ദേവന്മാർ സ്വർഗ്ഗലോകത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി പൊഴിച്ചു. നറുമണമുള്ള ദിവ്യകുസുമങ്ങൾ മഴ പോലെ വന്നു വീഴുന്നത് കണ്ട് ഗോപബാലന്മാർ ആശ്ചര്യത്തോടെ കൃഷ്ണനോട് ചോദിച്ചു, എവിടെ നിന്നാണ് ഈ വാസനയുള്ള പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നത്? കൃഷ്ണൻ നിഷ്കളങ്ക ഭാവത്തിൽ മറുപടി പറഞ്ഞു, അസുരൻ പൂമരങ്ങളുടെ മേലല്ലേ ചെന്ന് വീണത്. ആ മരങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന പൂക്കളാണ്, അല്ലാതൊന്നുമല്ല. കൃഷ്ണന്റെ വാക്കുകൾ ബാലന്മാർ വിശ്വസിച്ചു. ബലരാമൻ മാത്രം കൃഷ്ണനെ നോക്കി ഒന്ന് മൂളി. കൃഷ്ണൻ പതുക്കെ പുഞ്ചിരിയോടെ ജ്യേഷ്ഠനെ നോക്കി കണ്ണുറുക്കി കാണിച്ചു. തന്റെ ഈശ്വരത്വം ഗോപബാലന്മാർക്ക് മനസ്സിലാവാനുള്ള സമയമായിട്ടില്ലായിരുന്നു. കൃഷ്ണന്റെ ആ ഭാവം മനസ്സിലാക്കി ബലരാമൻ പിന്നെ ഒന്നും പറയാൻ പോയതുമില്ല. ഒരു ദിവസം രാവിലെ കൃഷ്ണനും മറ്റ് പശുക്കിടാങ്ങളെ മേയ്ക്കാൻ പോകുന്നതിന് മുൻപ് പഴയ ബൃഹദ്വനമെന്നു പേരായ അമ്പാടിക്കടുത്തു താമസിക്കുന്ന പൂക്കാരിയായ ജമന്തി എന്ന വൃദ്ധയും ദരിദ്രയും അനാഥയുമായ സ്ത്രീ ഒരു കൂടയിൽ കുറെ വെളുത്ത മുരിക്കിൻ പൂക്കൾ വിൽക്കാൻ കൊണ്ടുവന്നു. യശോദയോ മറ്റു ഗോപസ്ത്രീകളോ ആ പൂക്കളിൽ താല്പര്യം കാണിച്ചില്ല. പൂക്കൾ വിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ സാധു സ്ത്രീയെ വല്ലാത്ത നൈരാശ്യവും സങ്കടവും ബാധിച്ചു. അവർ കൈകൊണ്ട് തല താങ്ങി മണ്ണിലിരുന്നു. അതുകണ്ട് കൃഷ്ണൻ ആ പൂക്കാരിയുടെ അടുത്ത് ചെന്നു. അമ്മേ, ഇതുവരെ ചുവന്ന മുരിക്കിൻ പൂക്കൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മുരിക്കിൽ വെളുത്ത പൂക്കളുണ്ടാവുമെന്ന് എനിക്കറിയേയില്ലായിരുന്നു. അത്യപൂർവമായ ആ പൂക്കൾ മുഴുവൻ എനിക്ക് വേണം. കൃഷ്ണൻ ആ കൂടയിലെ പൂക്കൾ ഒന്നൊഴിയാതെ വാങ്ങി തന്റെ വലതു കൈപ്പിടിയിൽ ഒതുക്കി. പൂക്കളുടെ വിലയായി തന്റെ ഇടതു കൈയുടെ ചെറുവിരലിന്മേലിട്ടിരുന്ന സ്വർണ്ണമോതിരം വൃദ്ധയ്ക്ക് കൊടുത്തു. സന്തോഷത്തോടെ ആ പാവപ്പെട്ട സ്ത്രീ കൃഷ്ണന്റെ കാൽക്കൽ വീണു നമസ്കരിച്ച് എഴുന്നേറ്റപ്പോൾ ബാലകൃഷ്ണന്റെ സ്ഥാനത്ത് 4 കൈകളും അവയിൽ ശംഖും ചക്രവും ഗദയും താമരപ്പൂവുമായി നിൽക്കുന്ന വിഷ്ണു ഭഗവാനെ കണ്ടു. ഭക്തിയോടെ വീണ്ടും നമസ്കരിച്ച് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ ചെറിയ ഉണ്ണികൃഷ്ണൻ തന്നെ അവരുടെ മുന്നിൽ നിന്ന് പുഞ്ചിരി തൂകി. വിഷ്ണു ഭഗവാന്റെ രൂപം അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്തു. കൃഷ്ണൻ അവരുടെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. അതോടെ അവരുടെ ദാരിദ്ര്യം നീങ്ങി. കുറേ ദൂരത്ത് മധുരാപുരിയിൽ താമസിച്ചിരുന്ന അവരുടെ മക്കൾ തിരിച്ചുവന്ന് അവരുടെ അനാഥത്വം മാറ്റി. വാർദ്ധക്യത്തിന്റെ അവശതകളിൽ നിന്ന് അവർക്ക് സമാധാനം കിട്ടി. മകന്റെ മോതിരം പൂക്കൾക്ക് പകരമായി കൊടുത്തത് യശോദ അറിഞ്ഞതേയില്ല. അമ്മയുടെ അടുത്തെത്തിപ്പോഴേക്കും കൃഷ്ണന്റെ കൈവിരലിന്മേൽ അതുപോലെ തന്നെയുള്ള മറ്റൊരു മോതിരം ഉണ്ടായിക്കഴിഞ്ഞിരുന്നു.